പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പുനർജനിയിൽ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. അനുമതിയില്ലാതെയുള്ള വിദേശയാത്രയിലും വിദേശ ഫണ്ടിലെ ക്രമക്കേടും അന്വേഷിക്കണമെന്ന് ശുപാർശ. നടപടിക്കുള്ള നീക്കം 1 വർഷം മുമ്പ് നൽകിയ ശുപാർശയിൽ. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊരുക്കാൻ കോൺഗ്രസിന്റെ ദ്വിദിന ശില്പശാല വയനാട്ടിൽ. ഫെബ്രുവരി പകുതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ നിർണായക നീക്കം. UDF പരിഗണിക്കുന്നത് വിജയസാധ്യത മാത്രമെന്ന് രമേശ് ചെന്നിത്തല. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുതെന്നും പരസ്യവേദികളിലേക്ക് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊണ്ടുപോകരുതെന്നും KC വേണുഗോപാൽ. 35ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനൊരുങ്ങി BJP. 11-ന് അമിത്ഷാ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ NDA. വെള്ളാപ്പള്ളിയെ വസതിയിലെത്തിക്കണ്ട് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാകും 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കം ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര നീക്കമെന്ന് ആരോപണം. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിയെന്ന പ്രഖ്യാപനം തള്ളി ധനമന്ത്രി. രാജ്യം ഏറെ മോശപ്പെട്ട അവസ്ഥയിലെന്നും അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ KN ബാലഗോപാൽ. അമേരിക്ക ബന്ദികളാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് മദുറോയെയും ഭാര്യയെയും ന്യൂയോർക്കിലെത്തിച്ചു. മദുറോയെ അമേരിക്കൻ ലഹരി വിരുദ്ധ സേന ചോദ്യം ചെയ്യും. അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന് ട്രംപ്. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ. അമേരിക്കൻ അധിനിവേശത്തിൽ കരുതലോടെ ലോകരാജ്യങ്ങൾ. പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യ. ഇന്ത്യയിൽ നടക്കുന്ന T20 ലോകകപ്പിൽ കളിക്കാനാകില്ലെന്ന നിലപാടിലേക്ക് ബംഗ്ലാദേശ്. മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന് BCB. ആവശ്യം ഉന്നയിച്ച് ICCക്ക് കത്ത് നൽകും. മുസ്തഫിസുർ റഹ്മാനെ വിലക്കിയതിനു പിന്നാലെ IPL ബംഗ്ലാദേശിൽ കളിക്കരുതെന്നും BCB.